ഡാ എങ്ങനെ തുടങ്ങാമെന്നോ? ഇന്നലെ പറഞ്ഞവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആ ഒരു എന്താ നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ തന്നെ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വെക്ടർ സ്പേസ് പഠിക്കാം. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള. കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പം ആ സൊല്യൂഷന് രണ്ട് പാർട്ട് കാണും. ഒന്നെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സൊല്യൂഷനും ഒന്ന് ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓൾ സൊല്യൂഷൻ. ഇതെന്താ ഓൾ സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് ജനറൽ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പം അതിന് ഒറ്റ വാല്യൂ ആയിരിക്കും പർട്ടിക്കുലർ സൊല്യൂഷന്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ടി വെച്ചിട്ട്, അതായത് ഇപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസിസ്റ്റൻ്റ് ആ യൂണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സിനും വൈക്കും ഇസഡിനും എന്താ ഒറ്റ വാല്യൂ ഉള്ളൂ. അതാണ് യൂണിക് സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ്റെ കേസാണ് പറയുന്നത്. ഇൻഫിനിറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇസഡിന് ടി എന്ന് കൊടുത്തിട്ട്, അതായത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എക്സും വൈയും കണ്ടുപിടിക്കും. അപ്പോൾ എന്താ ആ ടിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ജനറൽ സൊല്യൂഷൻ. പിന്നെ ഓൾ സൊല്യൂഷൻ എന്ന് പറയുമ്പം ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് ജനറൽ സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഫിക്സ്ഡ്, അതിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. പക്ഷെ ജനറൽ സൊല്യൂഷൻ്റെ ഭാഗത്ത് ചേഞ്ചസ് വരാം. അതായത് അവിടെ ഇങ്ങനെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ടി കാണും, അതിന് നമ്മൾ എന്ത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ചേഞ്ചസ് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻസ് ഓഫ് h1 plus 8h3 minus 4h4 equal to 42, h2 plus 2h3 plus 12h4 equal to 8. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം രണ്ട് ഇക്വേഷനേ ഉള്ളൂ. അപ്പം നമ്മൾ എന്താ ബാക്കിയെല്ലാം സെയിമാണ്, തുടക്കമെല്ലാം സെയിമാണ്. എ എക്സ് ഈക്വൽ ടു ബി കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്നത് എന്താ കോഎഫിഷ്യന്റ് മാട്രിക്സ്. h1ന്റെ കോഎഫിഷ്യന്റ് 1, പിന്നെ h2യുടെ കോഎഫിഷ്യന്റ് ഇവിടെ ഇല്ല, സോ 0 ഇട്ട് കൊടുക്കാം. h3യുടെ കോഎഫിഷ്യന്റ് എന്താ 8, h4ന്റെ കോഎഫിഷ്യന്റ് -0. അപ്പോൾ ഫസ്റ്റ് റോ 1 0 8 -4. പിന്നെ അടുത്ത റോ എന്താ h1ന്റെ കോഎഫിഷ്യന്റ് 0, h2യുടെ കോഎഫിഷ്യന്റ് അവിടെ 1, h3യുടെ കോഎഫിഷ്യന്റ് 2, h4ന്റെ കോഎഫിഷ്യന്റ് 12. അപ്പം സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 1 2 12. പിന്നെ കോൺസ്റ്റൻസ് ഏതാ 42 8. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 4 വേരിയബിൾ ഉണ്ട്, h1 h2 h3 h4. അപ്പം ആ ഒരു എക്സ് ഈക്വൽ ടു ബി നമ്മൾ എഴുതി. ഇനി നമ്മൾ ഓഗ്മെന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുക. ഓഗ്മെന്റ് മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്തോ വരും? 1 0 8 -4 42 0 1 2 12 8. അതായത് ഓഗ്മെന്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇപ്പുറത്തോട്ട് എന്ത് പ്ലേസ് ചെയ്താൽ മതി? ബി പ്ലേസ് ചെയ്താൽ മതി. അത് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്താൽ 1 0 8 -4, അതിൻ്റെ ഇപ്പുറത്തോട്ട് ആരെ പ്ലേസ് ചെയ്യുന്നു? 42, പിന്നെ 0 1 2 12, പിന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് ആരെ പ്ലേസ് ചെയ്തു? 8നെ പ്ലേസ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ രീതി ഓഗ്മെന്റ് മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റോ റെഡ്യൂസ് എച്ചലോൺ ഫോമിലേക്ക് ആക്കും. അങ്ങനെ ആക്കാന്ന് വെച്ചാൽ എന്താ? ഡയഗണൽ എലമെന്റിന്റെ ഡയഗണലിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആക്കണം. ഇവിടെ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താ? ഡയഗണൽ എലമെന്റ് എന്ന് പറയുമ്പോൾ A11 A22 A33 അങ്ങനത്തെ എലമെന്റ്സ് ആണല്ലോ. ഇവിടെ നമുക്ക് A11 എന്ന് പറയുന്ന 1, A22 എന്ന് പറയുന്ന 1, അതിന്റെ താഴെ എന്താ? ഓൾറെഡി 0 ആയി കിടക്കുന്നത്. അതായത് ഇതാണ് A11, ഇതാണ് A11, ഇതിന്റെ വാല്യൂ എന്താ? 1. ഇത് A22, ഇതും എന്താണ്? 1 തന്നെയാണ്. താഴെ എന്താ? 0. അപ്പൊ ഇനി ഇത് വീണ്ടും റെഡ്യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അപ്പം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് പിവറ്റ് കോളംസ് കണ്ടുപിടിക്കണം. പിവറ്റ് കോളംസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് വരയ്ക്കുന്ന പോലെ വരയ്ക്കാണ്. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ? 0 അല്ല, 0 അല്ലല്ലോ. അപ്പൊ 0 അല്ലാത്തപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് വരയ്ക്കുക. അപ്പൊ അടുത്ത എലമെന്റ് നോക്കുമ്പോൾ എന്താ? ഇവിടെ 0 അല്ലേ. ഇപ്പം ഇവിടെ അടുത്ത എലമെന്റ് 1 എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ ഇത് നേരെ അങ്ങ് പോയേനെ. ഇവിടെ 0 ആയതുകൊണ്ട് മാത്രം 0 വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി അടുത്തത് എന്താ? 1, അവിടെ വരെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ നേരെ പോകത്തുള്ളൂ. അപ്പം ഈ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോർഷനാ നമ്മുടെ പിവറ്റ് കോളം പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് എന്താ? ഫസ്റ്റ് 1 ആയിരുന്നു. അപ്പൊ അത് 1 എന്ന് പറയുന്നത്, അതായത് ഈ ഓരോ കോളം റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ഇത് കോൺസ്റ്റൻസാ. ഇതെന്ന് പറയുന്നത് എന്താ? ഇത് h1ന്റെ കോളം, ഇത് h2ന്റെ കോളം, ഇത് h3യുടെ കോളം, ഇത് h4ന്റെ കോളം. അപ്പൊ h1ന്റെ കോളത്തിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങിയേക്കുന്നത്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? പിവറ്റ് കോളംസ് എന്ന് പറയുന്നത്. അതാണ് പിവറ്റ് കോളംസ്. പിവറ്റ് കോളംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് h1 വരും, പിന്നെ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങുന്ന ഏതാ? സെക്കൻഡ് കോളത്തിൽ. അതെന്ന് പറയുന്ന 6 കോളം h2ന്റെ. അപ്പൊ ഇവിടെ പിവറ്റ് കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും കോളംസാ. അപ്പൊ ഇവിടെ ഫസ്റ്റും സെക്കൻഡും കോളമാണ്. ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് ഇറങ്ങുന്ന നോക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഫസ്റ്റ് കോളത്തിലും, സെക്കൻഡ് സ്റ്റെപ്പ് ഇറങ്ങുന്നത് സെക്കൻഡ് കോളത്തിലും. അപ്പം
അങ്ങനെ വരുമ്പം ഇവിടെ പിവറ്റ് കോളംസ് ഫസ്റ്റ് സെക്കൻഡും കോളം. ഇനിയും ഈ പിവറ്റ് കോളംസിന്റെ ആ കോളം ഏത് വേരിയബിളിൻ്റെ നോക്കണം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് H1ൻ്റെ, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് H2ൻ്റെ. അപ്പോൾ ഇവിടെ പിവറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് H1ഉം H2ഉം. അപ്പം പിവറ്റ് വേരിയബിൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേരിയബിൾസ് എല്ലാം ഫ്രീ വേരിയബിൾസ് ആയിരിക്കും. അതായത് H1 H2 ഇവിടെ പിവറ്റ് വേരിയബിൾസ് ആണെങ്കിൽ ബാക്കി H3 H4 എന്തായിരിക്കും? ഫ്രീ വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ വേരിയബിൾസിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫ്രീ വേരിയബിൾസ് വന്നാൽ അതിനായിരിക്കണം എന്തിട്ട് കൊടുക്കാൻ? ആർബിട്രറി കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കാൻ. ഇവിടെ H3ക്കും H4നും എന്തിട്ട് കൊടുത്തു? എസും ടിയും ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് വരെ ഇട്ട് കൊടുത്തു. ആർബിട്രറി കോൺസ്റ്റന്റ് വരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താ? പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് സാമ്പിൾ സൊല്യൂഷൻ ആയിരിക്കും. പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ്, അതിന് ചേഞ്ച് ഒന്നും വരത്തില്ല. സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ വേരിയബിൾസ് വെച്ചിട്ട് ടിഒ എസ്ഒ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പം നമുക്ക് കിട്ടി. ഇനി നമ്മളാണെങ്കിൽ എന്താ ആ രണ്ട് ഇക്വേഷൻ എന്താക്കി 1ഉം 2 ആയിട്ട് എടുത്തത്. അതായത് രണ്ട് ഇക്വേഷൻ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആ രണ്ട് ഇക്വേഷൻ. കാരണം നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈ മെട്രിക്സിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. H1 H2 H3 H4 വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ കേസ് ക്വസ്റ്റ്യൻ തന്നെ ഇക്വേഷൻ, കാരണം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നില്ല. ആ രണ്ട് ഇക്വേഷൻസ് എത്തി. ഇനിയും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനൊക്കെയാണ് എസും ടി ഇട്ട് കൊടുത്തത്? H3ക്ക് എസും H4ന് ടി ഇട്ട് കൊടുത്തു. അപ്പോൾ H1 കണ്ടുപിടിക്കാമല്ലോ. H1 ഈക്വൽ ടു ഈ 42, ഇത് രണ്ടും അപ്പത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? -8 H3 + 4 H4. അതിനകത്ത് H3ക്ക് എസ് ഇട്ട് കൊടുക്കുക, H4ന് ടി ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി H2 ഇതേപോലെ തന്നെ H3ക്ക് S4ന് എസും ടി ഇട്ട് കൊടുത്താൽ അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ എഴുതുക. ക്യാപിറ്റൽ H ഈക്വൽ ടു H1 H2 H3 H4. H1 നമുക്ക് കിട്ടി, ഇവിടുന്ന് H2 കിട്ടി. ഇനി H3ക്ക് എന്തായിട്ട് കൊടുത്തത്? എസ്, H4ന് എന്താ? ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി അതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് സാമ്പിൾ സൊല്യൂഷൻ ഈ ഒരു ഫോമിലാക്കി എഴുതണം. ഈ ഒരു ഫോമുല. അപ്പോൾ ആ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺസ്റ്റൻസ് എല്ലാം അങ്ങ് മാറ്റും. അതായത് ഞാൻ പറഞ്ഞു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുമ്പം ആ എസും ടി ഒന്നും ഇല്ലാത്ത പോർഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എസും ടി ഉള്ള പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എന്താ? 42, ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? 42, ഇവിടെ 8. ഇവിടെ പ്രത്യേകിച്ച് കോൺസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് 0. അപ്പോൾ 42 8 0 0 പ്ലസ് ഇനി അടുത്ത ഏതാ? എസിന്റെ ആരൊക്കെയാ കോഎഫിഷ്യൻസ്? -8 -2. ഇവിടെ എസിന്റെ കോഎഫിഷ്യന്റ് ഏതാ? 1. ഇവിടെ എസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 0. അപ്പോൾ -8 -2 1 0 പ്ലസ് ടി ഇൻറ്റു ടിയുടെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാ? 4 -12. ഇവിടെ ടി ഇല്ലാത്തതുകൊണ്ട് 0, ഇവിടെ 1. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തത്. എന്നിട്ട് അവസാനം ക്യാപിറ്റൽ H ഈക്വൽ ടു പർട്ടിക്കുലർ സൊല്യൂഷൻ പ്ലസ് സാമ്പിൾ സൊല്യൂഷൻ എന്നും കൂടെ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തതും ഇതേപോലെ തന്നെ സാമ്പിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഞാൻ സ്റ്റെപ്പ് എടുക്കുന്ന ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ അതേപോലെ എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എലമെന്റ് ഏതാ? 1. അപ്പം നമ്മൾ അടുത്ത സെക്കൻഡ് എലമെന്റ് എന്താ? 0. അപ്പം ഇറങ്ങുന്നു. പിന്നെ അടുത്ത എലമെന്റ് നോക്കുമ്പം ഇവിടെ 1, ഇവിടെ 7. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എലമെന്റ് ഇവിടെ താഴെ 0 വന്നപ്പോൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങും. അപ്പം ആ ഒരു 0 വരുന്നത് നോക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. അത് ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്തിട്ടിടാം. അല്ലാതെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് വെക്ടർ സ്പേസ്. വെക്ടർ സ്പേസ് എന്ന് പറയുമ്പം to define vector space we need two non-empty sets, V set of vectors and F set of scalars, and two operation plus vector addition and dot scalar multiplication satisfy the following properties. Vector space എന്ന് പറയുമ്പം അതിനകത്ത് രണ്ട് non-empty set ആണ്. ഒന്ന് V എന്ന് പറയുന്ന അത് സെറ്റ് ഓഫ് വെക്ടേഴ്സും F എന്ന് പറയുന്ന സെറ്റ് ഓഫ് സ്കെയിലേഴ്സും ആണ്. ഇനി രണ്ട് ഓപ്പറേഷൻസും ഉണ്ട്, പ്ലസും, അതായത് വെക്ടർ അഡീഷൻ, അത് വെക്ടർ അഡീഷനും പിന്നെ ഡോട്ട്, അത് മൾട്ടിപ്ലിക്കേഷൻ. വെക്ടറിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോട്ട്. അപ്പം ഇനി ഈ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അത് ഈ താഴോട്ട് വരുമ്പം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. ആ കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് A plus B belongs to V, AB belongs to V. അതായത് A B എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിൽ ഉണ്ടെങ്കിൽ, അതായത് സെറ്റ് ഓഫ് വെക്ടേഴ്സിനകത്തുണ്ടെങ്കിൽ, അതായത് വെക്ടർ സ്പേസ് അല്ല, A B എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്
ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് വിക്കകത്തുണ്ടെങ്കിൽ, അതായത് ഒന്നുമില്ല, എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ സം എടുക്കുമ്പോൾ അതും എന്ത് തന്നെയായിരിക്കും, വെക്ടർ ആയിരിക്കും. എ ബി, ഒന്നുകൂടെ പറയാം, എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടർ ഉണ്ട്, അങ്ങനെയെങ്കിൽ അതിന്റെ സം എടുക്കുന്നത് എന്ത് തന്നെയായിരിക്കും, വെക്ടർ ആയിരിക്കും. അത് ആ ബിലോങ് ടു ബി എന്ന് കൊടുത്തേക്കുന്നത്. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അത് പിന്നെ അറിയാമായിരിക്കുമല്ലോ. എ പ്ലസ് ബി പ്ലസ് സി എടുത്താലും എ പ്ലസ് ബി പ്ലസ് സി എടുത്താലും രണ്ടും വെക്ടർ സ്പേസിൽ തന്നെ ബിലോങ് ചെയ്യുവാണെങ്കിൽ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് പിന്നുള്ളത് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുമ്പം ഏതൊരു വെക്ടറെയെ നമ്മൾ സീറോയുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെക്ടർ തന്നെ കിട്ടും. അതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഇനി അടുത്ത ഐഡന്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുമായിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കും ഉള്ളത്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എ ഉണ്ടെങ്കിൽ മൈനസ് എയും കാണണം. ആ മൈനസ് എ നമ്മളിവിടെ ബി ആയിട്ട് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം എ മൈനസ് എ എന്തുവാ, സീറോ. അതായത് നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. ഇനി അടുത്തതെന്ന് പറയുന്നത് എ പ്ലസ് ബി ഇസിക്കൽ ടു ബി പ്ലസ് എ. അതെന്ന് പറയുന്നത് എന്താ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. രണ്ട് വെക്ടർ ആഡ് ചെയ്യുന്നു, എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, ബി പ്ലസ് എയോട് ഈക്വൽ ആണ്. ഇനി അടുത്തത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലാറും കൂടെ യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു എഫ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് സ്കെയിലാർസ്, അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ആൽഫ എടുക്കുക. അങ്ങനെ ഒരു ആൽഫ എന്ന് പറയുന്ന സ്കെയിലാർ എ എന്ന് പറയുന്ന വെക്ടറിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല, എ എന്ന് പറയുന്ന വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, വീണ്ടും ഒരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. അതായത് ആൽഫ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ എ എന്ന് പറയുന്ന വെക്ടറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന വെക്ടർ ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്ന ആൽഫ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ ഇൻറ്റു എ പ്ലസ് ആൽഫ ഇൻറ്റു ബി. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ, രണ്ട് സ്കെയിലാർസിന്റെ സമ്മ ഇൻറ്റു ഒരു വെക്ടർ എ, അതിനെ എങ്ങനെ എടുക്കുക, ആൽഫ ഇൻറ്റു എ പ്ലസ് ബീറ്റ ഇൻറ്റു എ. പിന്നെ രണ്ട് സ്കെയിലാർസ് ഇൻറ്റു ഒരു വെക്ടർ, അതെന്ന് പറയുമ്പോൾ എന്താ, ഏതെങ്കിലും ഒരു സ്കെയിലാറിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആ കിട്ടിയ സാധനത്തിന് അടുത്ത സ്കെയിലാറിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്താ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താ, വൺ ഇൻറ്റു, അതായത് വൺ ഡോട്ട് എ വെക്ടർ ഈസിക്വൽ ടു എന്താ, എ വെക്ടർ തന്നെ കിട്ടും. ഇത്രേ ഉള്ളൂ ആ ഒരു വെക്ടർ സ്പേസ് എന്നാണ്. ഇനി ലീനിയർ കോമ്പിനേഷൻ. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ലെറ്റ് v1 v2 up to vn belongs to V, then any vector v of the form v equal to alpha 1 v1 plus alpha 2 v2 up to alpha and vn, where alpha I belongs to f, element of f is called a linear combination of set of vectors. അതായത് ലീനിയർ കോമ്പിനേഷൻ ഇക്വേഷൻ പഠിച്ചാൽ, അതായത് v1 v2 up to vn എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് അതിന്റെ ഫോം ആണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വെക്ടർ വിയുടെ ഫോം എന്ന് പറയുന്നത് ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് അപ് ടു ആൽഫ ആൻഡ് vn. അതായത് v1 v2 vn വെക്ടേഴ്സും ആൽഫ 1 ആൽഫ 2 ആൽഫ n വരെയുള്ളത് സ്കെയിലാർസും ആയിരിക്കും. ഇനി അടുത്ത തന്നെ ക്വസ്റ്റ്യൻസ് പറയാൻ പോകുന്നത്, എക്സ്പ്രസ് വെക്ടർ v1 മൈനസ് 2 5 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1 1 1 1 2 3 2 മൈനസ് 1 1. ഈ തന്നിരിക്കുന്ന എല്ലാ വെക്ടേഴ്സാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ, ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് വി, അതായത് എക്സ്പ്രസ് ദ വെക്ടർ വി, അതായത് വി തന്നിട്ടുണ്ട് 1 മൈനസ് 2 5. ആ ഒരു വെക്ടറിനെ നമ്മൾ വേറെ മൂന്ന് വെക്ടേഴ്സ്, അത് ഏതൊക്കെയാ, 1 1 1 1 2 3 2 മൈനസ് 1 1ന്റെ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എടുക്കുക. ഇവിടെ എത്ര വെക്ടേഴ്സേ ഉള്ളൂ, മൂന്ന് വെക്ടേഴ്സ് ഉള്ളൂ. അപ്പം വി ഈക്വൽ ടു ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3. ഇവിടെ വി എന്തുവാ, 1 മൈനസ് 2 5, ആൽഫ 1 ഒരു കോൺസ്റ്റന്റ്, അടുത്ത v1 ഏതാ 1 1 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു v2 ഏതാ 1 2 3 പ്ലസ് ആൽഫ 3 ഇൻറ്റു v3 ഏതാ 2 മൈനസ് 1 1. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ ആൽഫ 1നെ ആൽഫ 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് ആൽഫ 1നെ ആൽഫ 2നെയും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്, നമ്മൾ ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 1, ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 1, വീണ്ടും ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 1, ആൽഫ 2 ഇൻറ്റു 1 ആൽഫ 2, 2 ഇൻറ്റു ആൽഫ 2 2 ആൽഫ 2, 3 ഇൻറ്റു ആൽഫ 2 3 ആൽഫ 2 പ്ലസ് പിന്നെന്താ 2 ആൽഫ 3 മൈനസ് ആൽഫ 3 പിന്നെ ആൽഫ 3. ഈ മൂന്ന് ഇതിപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇനി നമ്മൾ അതിനെ ഇക്വേഷൻസ് ആക്കി എഴുതാൻ പോകും. ഇക്വേഷൻസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്, ഈ ആൽഫ, അതായത് ഓരോന്നിന്റെ എക്സ് കമ്പോണന്റ് എല്ലാം ഒരുമിച്ചത്, അതായത് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 2 ആൽഫ 3, ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 മൈനസ് ആൽഫ 3, പിന്നെ ആൽഫ 1 പ്ലസ് 3 ആൽഫ 2 പ്ലസ് ആൽഫ 3. അങ്ങനെ നമ്മൾ മൂന്ന് ഇക്വേഷൻസ് എഴുതി. മൂന്ന് ഇക്വേഷൻസ് എഴുതി കഴിയുമ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് എന്തിനോട് ഈക്വലാ, വി എന്ന് പറയുന്ന വെക്ടറിനോട് ഈക്വൽ. ഏതാ, 1 മൈനസ് 2 5. അപ്പൊ ഇതെങ്ങനെ എഴുതാം, ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 2 ആൽഫ 3 ഈക്വൽ ടു 1,
ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 മൈനസ് ആൽഫ 3 ഈക്വൽ ടു -2, പിന്നെ ആൽഫ 1 പ്ലസ് 3 ആൽഫ 2 പ്ലസ് ആൽഫ 3 ഈക്വൽ ടു 5. അങ്ങനെ 3 ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പഴയ രീതി തന്നെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ആണ് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 2 ആൽഫ 3 ഈക്വൽ ടു 1, പിന്നെ ആൽഫ 2 മൈനസ് 3 ആൽഫ 3 ഈക്വൽ ടു -3, പിന്നെ 5 ആൽഫ 3 ഈക്വൽ ടു 10. 5 ആൽഫ 3 ഈക്വൽ ടു 10 ഈ ആൽഫ 3 എത്ര കിട്ടി? 10/5 2. പിന്നെ ആൽഫ 2വിനകത്ത് ആൽഫ 2ന്റെ ഇക്വേഷൻ എന്താ? -3 പ്ലസ് 3 ആൽഫ 3, അതിനകത്തോട്ട് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൽഫ 2 കിട്ടും. പിന്നെ ആൽഫ 2ന്റെ ആൽഫ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തും കിട്ടും? ആൽഫ 1ഉം കിട്ടും. അപ്പൊ നമ്മൾ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ഫൈനൽ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു, അതായത് നമ്മൾ ആദ്യമേ ഫസ്റ്റ് എഴുതിയത് ഈ ഒരു ഇക്വേഷനകത്തോട്ട് ആൽഫ 1ന്റെ ആൽഫ 2ന്റെ ആൽഫ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 minus 2 5 equal to alpha 1ന്റെ വാല്യൂ എന്താ? -6 1 1 1 plus 3 into 1 2 3 plus 2 into 2 minus 1 1. അതായത് ഒന്നുമില്ല, ഈ ഒരു വെക്ടറിനെ 3 വെക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി അടുത്തത് പഠിക്കാനുള്ള ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. നമുക്ക് v1 v2 up to vk എന്ന് പറയുന്ന ഒരു വെക്ടേഴ്സ് ഉണ്ട് Rn എന്ന് പറയുന്ന ഒരു സ്പേസിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ അതിനെ ലീനിയർ ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ if there exists k scalars element of f not all 0 such that alpha 1 v1 plus alpha 2 v2 plus up to alpha k vk equal to 0. അതായത് ലീനിയർ ഡിപ്പെൻഡന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ v1 v2 up to vk എന്ന് പറയുന്ന ഇത്രയും വെക്ടേഴ്സ് ഉണ്ട്. ആൽഫ 1 ആൽഫ 2 up to alpha k എന്ന് പറയുന്ന സ്കെയിലേഴ്സ് ഉണ്ട്. അതായത് കുറേ വെക്ടേഴ്സും കുറേ സ്കെയിലേഴ്സും ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു സ്കെയിലേഴ്സിന്റെ വെക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ സം ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 up to alpha k vk എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ്. ഇനി ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന കേസ് എന്ന് വെച്ചാൽ 0 ആണ്, പക്ഷെ എന്താ ആൽഫ 1ന്റെ ആൽഫ 2ന്റെ ആൽഫ 3യുടെ അപ് ടു എത്ര ആൽഫാസ് ഉണ്ടോ ആ ആൽഫാസ് അല്ല. അതായത് ഇവിടെ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ സ്കെയിലേഴ്സിന്റെ വാല്യൂ എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഇനി വേറൊരു കേസ് കൂടെ പറയുന്നുണ്ട് ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ. ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇനി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കണ്ടീഷൻ. ഇനി നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിച്ചിട്ട് അതിനകത്തിലെ റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? v1 v2 v3. അപ്പൊ അതിനെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എഴുതുക. നമ്മൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കാനല്ലേ. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്താ? ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3. ആൽഫ നമുക്കിവിടെ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കാനുള്ള സാധനം. ഇനി v1 കൊടുക്കുക 1 2 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു v2 ഏതാ? 2 3 3 പ്ലസ് ആൽഫ 3 v3 എന്താ? -1 -3 0 ഈക്വൽ ടു 0. ഇതിനെ ഇക്വേഷൻ ആക്കിയിരുന്നത്, അതായത് ആൽഫ 1 ഇൻറ്റു 1 ആൽഫ 1 പ്ലസ് 2 ഇൻറ്റു ആൽഫ 2 പ്ലസ് -1 ഇൻറ്റു ആൽഫ 3, അതായത് ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 മൈനസ് ആൽഫ 3 ഈക്വൽ ടു 0. അടുത്ത എങ്ങനെ വരും? 2 ഇൻറ്റു ആൽഫ 1 പ്ലസ് 3 ഇൻറ്റു ആൽഫ 2 പ്ലസ് -3 ഇൻറ്റു ആൽഫ 3. അടുത്ത പിന്നെ വരുന്നത് ആൽഫ 1 ഇൻറ്റു 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 3 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 0. അതായത് ഇവിടെ ആൽഫ 3 എന്ന് പറയുന്ന കമ്പോണന്റ് ഇല്ലാത്ത. ഇനി നമ്മൾ എന്തെടുക്കുക? ഇവിടെ നമുക്ക് എന്താ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് ഹോമോജീനസ് ഇക്വേഷൻസേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഹോമോജീനസ് ഇക്വേഷൻസ് ആകുമ്പോൾ എന്താ? റൈറ്റ് സൈഡ് എല്ലാം 0 ആണെങ്കിൽ ഹോമോജീനസ്. അപ്പോൾ മെട്രിക്സ് ഫോം എന്താ? Ax = 0. അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും Ax = 0 എടുത്തു. Ax = 0 എന്ന് പറയുമ്പോൾ ഈ ഒരു 0 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് നമ്മളിവിടെ എയും 0യും കൂടാണ് ആ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് എടുത്തിരിക്കുന്നത്. ആ 0 എടുത്തില്ലെങ്കിലും ആൻസർ ചെയ്തൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് A0 എടുത്തിട്ട് ഒന്നുമില്ല, ഈ 1 2 -1 2 3 -3 1 3 0യുടെ ഇപ്പുറത്തൊരു കോളം കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ, ഒരു സീറോസ്. എന്നിട്ട് അതിനെ പഴയതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യുക. ഈ 0 ഈ ലാസ്റ്റ് കോളം ഇടാതെ ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടത്തുള്ളൂ. പിന്നെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈക്വൽ ടു 0 എന്ന് ഇട്ടാൽ മതി. അപ്പം ഫൈനലി നമുക്ക് ഇതിന്റെ റാങ്ക് റെഡ്യൂസ് ചെയ്ത് റാങ്ക് കണ്ടുപിടിച്ചപ്പോൾ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്മൾ പറഞ്ഞു റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ അതെന്താ? ലീനിയർലി ഡിപ്പെൻഡന്റ്.
അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ആൽഫ 1 ആൽഫ 2 ആൽഫ 3 വാല്യൂ ഉണ്ട്. വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇതിനകത്തുനിന്ന് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് നമുക്കിവിടെ അല്ലാതെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല, കാരണം 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പം നമ്മൾ ആൽഫ 3 ജസ്റ്റ് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടെ ആൽഫ 3 1 ആയിട്ട് കൊടുത്തു. ആൽഫ 3 1 ഇട്ട് കൊടുത്തപ്പം നമുക്ക് ആൽഫ 2 -1 ആൽഫ 1 3 കിട്ടി. ആ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫൈനൽ ആദ്യം നമ്മുടെ അടുത്ത് ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് കാണിച്ചാൽ മതി, അത്രയും മതി. ഇനി അടുത്തത് ഇതേപോലെ തന്നെയാ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 വെക്ടേഴ്സ് വന്നിട്ടുണ്ട്, അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കണം. അങ്ങനെയെങ്കിൽ അതിന്റെ റിലേഷൻ ഇതേ സെയിം മെത്തേഡ് തന്നെ. ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3 4 വെക്ടേഴ്സ് ഒന്നുണ്ട് പ്ലസ് ആൽഫ 4 v4 ഇക്വേഷൻ ആക്കി എഴുതി. പിന്നെ സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആക്കി എഴുതി. മെട്രിക്സ് ഓഗ്മെന്റ് മെട്രിക്സ് എടുത്തു, റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആയതുകൊണ്ട് എന്താ ലീനിയർലി ഡിപ്പെൻഡന്റ്. റെഡ്യൂസ്ഡ് ആകത്തുനിന്ന് എന്ത് എഴുതി, ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ആൽഫ 4 1 ഇട്ട് കൊടുക്കുമ്പം ബാക്കിയുള്ളതിന്റെ വാല്യൂ എന്താ വരുന്നത് നോക്കിയിട്ട് 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് ലാസ്റ്റിലുള്ളത്, അതായത് ഇപ്പൊ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആണെങ്കിൽ ആൽഫ 3 1 ഇട്ട് കൊടുക്കുക. ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആണെങ്കിൽ 1 -1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഏതാണോ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിന് വാല്യൂ കിട്ടും. ആ വാല്യൂസ് ഇട്ട് ഫൈനൽ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ പറയുമ്പോൾ എന്ത് കാണിക്കണം, ആൽഫ 1 ആൽഫ 2 ആൽഫ 3 വാല്യൂ 0 ആയിരിക്കണം. അതായത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്ന് കാണിക്കണം. അപ്പൊ അങ്ങനെ കാണിക്കണമെന്ന് പറയുമ്പം അപ്പൊ അങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഇക്വേഷൻ എടുക്കുക, ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് ആൽഫ 3 v3. നമ്മൾ ഇക്വേഷൻ എഴുതി, സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് എഴുതി, ഓഗ്മെന്റ് മെട്രിക്സ് എടുത്തു, റെഡ്യൂസ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എത്ര, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3, റാങ്ക് ഓഫ് എയും 3 നമ്പർ ഓഫ് അൺനോൺസും 3 സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എത്ര ആൽഫാസ് ഉണ്ടോ അത്ര ആൽഫാസ് എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന വെക്ടർ സബ്സ്പേസ് ആണ്. V എന്ന് പറയുന്ന ഒരു വെക്ടർ, ലെറ്റ് V be a vector space defined under a given addition and scalar multiplication. Then a subset W of V is called a subspace of V if V is also a vector space under the same operation plus and dot of V. അതായത് ഒന്നുമില്ല, V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ W V യുടെ സബ്സെറ്റ് ആണെങ്കിൽ അതും എന്തായിരിക്കണം, വെക്ടർ അഡീഷനും വെക്ടർ മൾട്ടിപ്ലിക്കേഷനും ആ 2 ഓപ്പറേഷൻ വെച്ചിട്ട് ആ W എന്തായിരിക്കണം, ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. അതായത് V ഒരു വെക്ടർ സ്പേസ് W ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ W V യുടെ സബ്സെറ്റ് ആയിരിക്കും. അതാണ് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്, വെക്ടർ സബ് സ്പേസ് എന്ന് പറയുന്നത്. എടാ സ്ക്രീൻ പോയോ, നെറ്റ് പോയതോ നിൽക്കാം. വെക്ടർ സബ്സ്പേസ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് വെക്ടർ ഇനി ഒരു തിയറം പറയുന്നുണ്ട്. ലെറ്റ് V be a vector space over R, then subset W is a vector space of V if and only if AU plus VV is an element of W where U V element of W and AB element of F. അതായത് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിന്റെ സബ്സെറ്റ് W ഒരു വെക്ടർ സ്പേസാണ്.
അത് അങ്ങനെ ആവണമെങ്കിൽ, അതായത് ഡബ്ല്യു വിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യു പ്ലസ് ബി വി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ എലമെൻ്റ് ആയിരിക്കണം. അതിനകത്ത് അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളാണെങ്കിൽ ഇപ്പം എ ബിയും ഇവിടെ എ ബി എന്ന് പറയുന്നത് ഇവിടെ സ്കെയിലാസാണ്. യു വി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വെക്ടേഴ്സാണ്. അതായത് ഡബ്ല്യുവിനകത്തുള്ള രണ്ട് വെക്ടേഴ്സാണ് യുവും വി. ഡബ്ല്യു ഒരു സബ്സെറ്റ് ആണെങ്കിൽ യുവും വിയും രണ്ട് വെക്ടേഴ്സ് അത് ഡബ്ല്യുവിലുണ്ട്. എയും ബിയും നമ്മുടെ എന്താ സ്കെയിലാർസാണ്. അപ്പോൾ എ യു പ്ലസ് ബി വി എന്ന് പറയുന്നതും ഡബ്ല്യു കാണണമെന്ന് അങ്ങനെ ഒരു തിയറം പറയുന്നേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടുത്ത അതിൻ്റെ ഒരു എക്സാമ്പിളും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ആ ഒരു ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ആ ഒരു തിയറം വെച്ചിട്ടുള്ള. ഇനി ഷോ ദാറ്റ് W1 equal to H1 H2 such that H1 equal to H2 is a subspace of V and W2 is equal to H1 H2 such that H1 equal to 2 is not a subspace. ഇത് ആ തിയറത്തിൻ്റെ തിയറം അതേപോലെ തന്നെ പഠിക്കുക. എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനത്തെ ചോദിക്കത്തുള്ളൂ. അതായത് ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, W1ഉം W2ഉം. W1 വിയുടെ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം, W2 വിയുടെ സബ്സ്പേസ് അല്ലെന്നും കാണിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ യുവും വിയും ഒരു രണ്ട് ഓർഡേഡ് പെയർ ആയിട്ട് എടുക്കുക. അതായത് ഇവിടെ W1 equal to H1 H2 എന്ന് പറഞ്ഞല്ലേ എടുത്തിരിക്കുന്നത്. അതായത് ആ വെക്ടറിന്റെ ഒരു ഓർഡേഡ് പെയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം യുവും വിയും നമ്മൾ രണ്ട് ഓർഡേഡ് പെയർസ് ആയിട്ട് എടുത്തു. യുവിനെ നമ്മൾ എക്സ് എക്സ് എന്നും എടുത്തു, വിയെ വൈ വൈ എന്നും എടുത്തു. രണ്ടും എവിടെ ഉണ്ട്, W1 നമ്മളങ്ങ് അസ്യൂം ചെയ്യുക ഫസ്റ്റ്. അപ്പൊ അങ്ങനെ രണ്ട് ഓർഡേഡ് പെയർസ് ഉണ്ടെന്ന് നമ്മൾ എടുത്തു. യുവിനെ എക്സ് എക്സ് ആയിട്ടും വിയെ വൈ വൈ ആയിട്ടും എടുത്തു. പിന്നെ എ ബി സ്കെയിലേഴ്സ്, അപ്പൊ അതിനെ ഓർഡേഡ് പെയർസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ, എ യു പ്ലസ് ബി വി ആ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എ യു എന്ന് പറയുന്നത് എന്താ, എ ഇൻറ്റു യു എന്തായിട്ട് എടുത്തത് എക്സ് എക്സ്. അപ്പൊ സ്കെയിലാറിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എക്സ് എക്സ് എന്ന് വരും. അതേപോലെ തന്നെ ബി വി എടുക്കുക, ബി ഇൻറ്റു വൈ വൈ, അപ്പൊ ബി വൈ എന്ന് വരും. എന്നിട്ട് എ യു പ്ലസ് ബി വി ചെയ്യുമ്പോൾ എന്താ വരുന്നത്, എ എക്സ് പ്ലസ് ബി വൈ കോമ എ എക്സ് പ്ലസ് ബി വൈ എന്നുള്ള ഓർഡേഡ് പെയർ കിട്ടും. അപ്പം നമുക്കിവിടെ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ എ യു പ്ലസ് ബി വി എന്താ W1 കാരണം എന്താന്ന് ഞാൻ പറയാം. നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താ, W1 H1 കോമ H2 എന്നൊരു ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ H1ഉം H2 ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യ തുടക്കത്തിൽ എന്താ എക്സ് എക്സ് എന്ന് എടുത്തത്. അതായത് W1 ഒരു ഓർഡേഡ് പെയർ H1 H2 ഉണ്ടെങ്കിൽ H1ഉം H2 ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മുടെ യുവും വിയും എന്താ, അപ്പം അതിനകത്ത് എന്തൊക്കെ ഓർഡേഡ് പെയർ ഉണ്ടെങ്കിലും അത് ഏത് ഫോമില, 1 1 2 2 3 3 അങ്ങനത്തെ ഫോമില്ല. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് യുവിനെ എക്സ് എക്സ് എന്ന് വിയെ വൈ വൈ എന്ന് പറഞ്ഞെടുത്ത്. എന്നിട്ട് നമ്മൾ എ ബി സ്കെയിലാർ ആയിട്ട് എടുത്തിട്ട് എ യും ബി വിയും കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഫൈനൽ ആൻസർ കിട്ടുന്നത് എന്താ, എ എക്സ് പ്ലസ് ബി വൈ കോമ എ എക്സ് പ്ലസ് ബി വൈ. അതായത് ഇതും എന്താ H1ഉം H2, H1ന്റെ സ്ഥാനത്തും എന്താ കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി വൈ, H2ന്റെ സ്ഥാനത്തും എന്താ കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി വൈ. അതായത് അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ട് ഇല്ല, ആ ഫോമിൽ തന്നെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്തെന്ന് പറയാം, സബ്സ്പേസ് ആന്ന് പറയാം. ഇനി അടുത്തതെന്ന് പറയുമ്പം നമുക്ക് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് W2 ഇസിക്കൽ ടു H1 H2 H1 ഈക്വൽ ടു 2. അതായത് W2വിനകത്ത് എന്തൊക്കെ വെക്ടർ ഉണ്ടോ അതിൻ്റെ ഓർഡേഡ് പെയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, 2 1 2 2 2 3 അങ്ങനെ എന്താ. H1ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, അവിടെ ഫിക്സ്ഡ് ആണ് എന്ത് 2 എന്ന് പറയുന്നത്. H2ന്റെ വാല്യൂ എന്ത് വേണമെങ്കിലും വരാം. അപ്പം നമ്മളിവിടെ യുവും വിയും എടുക്കുന്നത് എങ്ങനെയായിരിക്കും, യുവിനെ എന്തായിട്ട് എടുക്കും 2H എന്ന്, വിയെ 2I എന്ന് എടുക്കുക. അതായത് ഈ 2ന് ചേഞ്ച് ഒന്നും ഇല്ല, എന്താ ആ ഒരു H2ന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ ഇനിയും യു പ്ലസ് വി ഡയറക്റ്റ്ലി എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. അതായത് യു പ്ലസ് വി നമ്മൾ 2X പ്ലസ് 2Y എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആൻസർ, 2 + 2 എന്ത് കിട്ടും 4. നമ്മളിവിടെ സ്കെയിലേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, എയും ബിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇത് ആഡ് ചെയ്ത് കാണിച്ചത്. അതായത് ആദ്യത്തേന്ന് പറയുന്നത് എന്താ, നമുക്ക് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടപ്പം ആ തിയറി യൂസ് ചെയ്യണം. അല്ലാന്ന് കാണിക്കാൻ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താലും കാണിച്ചാൽ മതി, ആ തിയറി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ യു പ്ലസ് വി എന്ന് പറയുമ്പോൾ എന്താ 2X പ്ലസ് 2Y, 2 + 2 എന്ത് വരും 4, H പ്ലസ് വൈ ആയിട്ട് എഴുതും. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടിയതിനകത്ത് H1 2 ആണ്. അതായത് ആ ഫോം അവിടെ എന്താ പറയുക പെർസിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് W2വിനകത്തുള്ളതല്ല. കാരണം എന്താ, W2വിനകത്തുള്ള എല്ലാത്തിനും H1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2. ഇവിടെ അങ്ങനെയല്ല, 4 ആയിട്ട്. അപ്പം അത് W2വിനകത്ത് ഇല്ല, W2 സബ്സ്പേസ് അല്ല.
ആ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു വെക്ടർ ലെറ്റ് വി ഈക്വൽ ടു ആർ സ്ക്വയർ ആൻഡ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് വൈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ദെൻ ഡബ്ല്യു ഇസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് വി. അതായത് വി എന്ന് പറയുന്നത് ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്പേസിലുള്ളതാണ് വെക്ടേഴ്സ്. അങ്ങനെ ജസ്റ്റ് അത് പറയുന്നേ ഉള്ളൂ, കണ്ടീഷൻ ആണ് പറയുന്നേ ഉള്ളൂ. ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് കോമ വൈ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കണം, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആർ ബൈ ആർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അതായത് എന്ത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പൊ നമുക്കിവിടെ കണ്ടീഷൻ വന്നിരിക്കുന്നത് എക്സ് വൈ എന്നൊരു ഓർഡർ പെയർ ഉണ്ടെങ്കിൽ എക്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം, വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അതായത് എക്സും വൈയും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എന്താ നമ്മൾ പറയുന്നുണ്ട്, വിക്കകത്ത് എന്താ ആർ സ്ക്വയറാ. വിക്കകത്ത് ആർ സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഏതാ 2 3 എന്താ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കൊടുക്കാം. കാരണം പോസിറ്റീവ്, ഡബ്ല്യുവിനകത്തുള്ള എല്ലാം പോസിറ്റീവാ. അപ്പം 2 3 അതായത് റിയൽ നമ്പറും ആയിരിക്കണം, പോസിറ്റീവും ആയിരിക്കണം. 2 3 എന്ന് പറയുന്നത് റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും പറ്റും കേട്ടോ. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ റാഷണൽ ഇറാഷണൽ എല്ലാം വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പർ ഓർഡേഡ് പെയർ ആയിട്ട് എടുക്കുക. ഇപ്പൊ 2,3 എവിടെ എടുത്തേക്കുന്നത്? എടുക്കുന്ന നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. കാരണം ഡബ്ല്യുവിനകത്ത് എന്തേ പറ്റത്തുള്ളൂ? പോസിറ്റീവ് നമ്പറേ പറ്റത്തുള്ളൂ. അപ്പൊ 2 3 ബിലോങ്സ് ടു ഡബ്ല്യു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? -1 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊടുക്കുക. അതായത് ഇതിനെ സബ്സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. അതായത് എക്സും വൈയും നെഗറ്റീവ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നെഗറ്റീവ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്കെയിലാർ എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് സ്കെയിലാർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടേണ്ടത് എന്ത് തന്നെയാ? ആ ഒരു വെക്ടർ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു വെക്ടർ സ്പേസ് എന്തേ പറ്റത്തുള്ളൂ? പോസിറ്റീവേ പറ്റത്തുള്ളൂ. അപ്പൊ സ്കെയിലാർ -1 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ -2 -3 വരും. അതായത് എന്താ? എക്സും വൈയും നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഡബ്ല്യൂയിൽ എന്ത് ചെയ്യുന്നില്ല? ബിലോങ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു സബ് സ്പേസ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനും, ലെറ്റ് എച്ച് ബി എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് ഇൻസൈഡ് ആൻഡ് ഓൺ ദ യൂണിറ്റ് സർക്കിൾ ഇൻ എച്ച് വൈ പ്ലെയിൻ. എച്ച് വൈ എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, then prove that H is not a subspace. ഇവിടെ നമുക്കാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് 1. യൂണിറ്റ് സർക്കിളിനകത്തുള്ള സെറ്റ് ഓഫ് ഓൾ പോയിന്റിന്റെ ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അതായത് യൂണിറ്റ് സർക്കിളിലും അതിന്റെ അകത്തും. അതായത് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് 1. അപ്പൊ അതേലുള്ള ആ സർക്കിളിലുള്ള പോയിന്റ് അതിന്റെ അകത്തുള്ള പോയിന്റിന്റെയും എന്താ പറയാ ഡൈമെൻഷൻ എന്ന് പറയുന്നത് 1 കുറവായിരിക്കും. അതായത് സർക്കിളിന്റെ ഔട്ട്സൈഡ് പോകുന്നില്ല. സർക്കിളിന്റെ മാക്സിമം ഡൈമെൻഷൻ 1 തന്നെ ആയിരിക്കും. യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ റേഡിയസ് 1. അപ്പൊ ആ 1-നപ്പുറം പോകത്തില്ല. അതുകൊണ്ടാണ് അത് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. സർക്കിളിന്റെ ഇക്വേഷൻ എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം 1 കൂടുതലായാൽ എന്താ? അത് സബ്സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ 1 കൂടുതലല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ യു എടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് എന്താ? എക്സും വൈയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. 1/2 തന്നെ എടുക്കണം എന്നില്ല. പക്ഷെ അതിന്റെ സ്ക്വയർ എടുത്തിട്ട് സം എടുക്കുമ്പോൾ എന്താ? 1 ചെറുതായിരിക്കണം. അപ്പം നമ്മളിവിടെ ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാവുന്ന ഏതാ? 1/2. കാരണം അതിന്റെ രണ്ടിന്റെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ എന്താ? 1/2 സ്ക്വയർ 1/4 പ്ലസ് 1/2 സ്ക്വയർ 1/4. അപ്പൊ 2/4 വീണ്ടും എന്ത് തന്നെ കിട്ടുന്നത്? 1/2. 1/2 എന്ന് പറയുന്നത് എന്താ? 1-നെക്കാട്ടി ചെറുതാണ്. അപ്പൊ അത് എച്ച് ബിലോങ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അതായത് 1 ചെറുതോ കിട്ടുന്ന രീതിയിൽ ഒരു എക്സ് വൈ പോയിന്റ് എടുത്താൽ മതി. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സാധനം നമുക്ക് എന്താ? എച്ച് ബിലോങ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ കിട്ടുന്ന ഉത്തരം 1 മേലെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ പറ്റിയ സ്കെയിലാർ എന്ന് പറയുന്നത് 10 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ? 10ഓ 12ഓ എന്ത് വേണമെങ്കിലും കൊടുക്കാം. 12 കൊടുത്താൽ എന്താ? 6 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇവിടെ 10 കൊടുക്കുമ്പോൾ 10-നെ ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10/2, 10/2 നമുക്ക് കണ്ട് നെറ്റ് പണിയ. നെറ്റില്ല, തീരാറായെന്ന് തോന്നുന്നു. നിക്ക അല്ല ഡാറ്റയാ. നോ വൈഫൈ.
എനിക്ക് ആ ഫോണിൽ കൂടെ ഷെയർ ചെയ്യാം. അങ്ങനെ കുഴപ്പമില്ല. കാണാവോടാ ഇപ്പം? ആ അപ്പൊ നമ്മളിവിടെ നമ്മൾ ആ സർക്കിൾ അപ്പൊ നമുക്ക് ഇതാ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലെന്ന് കാണിച്ചാൽ മതി. അതായത് x² + y² ചെയ്യുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, അതേപോലത്തെ ഒരു പോയിന്റ് എടുക്കുന്നു 1/2, 1/2. അതെന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ എടുത്ത് സം എടുക്കുമ്പോൾ എന്താ 1/4 + 1/4 2/4, അതായത് 1/2 തന്നെ കിട്ടും. അതെന്ന് പറയുന്നത് 1നെ കാട്ടി ലെസ്സാ. അപ്പൊ ഇതിൻ്റെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷേ കിട്ടുന്ന ഓർഡേർഡ് പെയറിന്റെ സ്ക്വയറിന്റെ സം എടുക്കുമ്പോൾ എന്താ 1നെ കാട്ടി കൂടണം, എന്നാലേ നമുക്കത് സബ്സ്പേസ് അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് സബ്സ്പേസ് അല്ലാന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ ഒരു പോയിന്റ് എടുത്തിട്ട്, അതായത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അല്ലാന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അല്ലാന്ന് പ്രൂവ് ചെയ്യാം. ഇനി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്, സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു തിയറി AU + BV യൂസ് ചെയ്ത് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ എടുക്കുന്ന സ്കെയിലാർ 10. അപ്പൊ 10 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 10/2, 10/2 എന്താ 5, 5 എന്ന് വരും. അതെന്താ എച്ചിനകത്ത് ഇല്ലല്ലോ, കാരണം അതിന്റെ സ്ക്വയറിന്റെ സം എടുക്കുമ്പോൾ എന്താ 5² + 5², 25 + 25 എന്ത് വരും 50. അതെന്താ 1നെ കാട്ടി കൂടുതലാണ്. സോ H സബ്സ്പേസ് അല്ല. ഇനി അടുത്തത് H = A - 3B B - A, A B belongs to R, then show that H is a subspace of R³. ഇതെന്ന് പറയുന്നത് AU + BV ഫോമിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ AU + BV ആക്കുക. സാധാരണ രീതിയിൽ നമ്മൾ എന്താ 2 ഓർഡർ പെയർ എടുത്തിട്ട് അതിലേക്ക് എന്തെടുക്കുന്നു, യും ഈ 2 ഓർഡർ പെയർ ആയിട്ട് x y ആയിട്ട് എടുത്തിട്ട് A മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ആഡ് ചെയ്യും. പക്ഷെ ഇതങ്ങനെ ചെയ്യാനൊക്കത്തില്ല, കാരണം 3 കമ്പോണൻസ് ഉണ്ട്, A - 3B B - A. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു A - 3B പിന്നെ B - A എന്തായിട്ട് എടുത്തു -A + B. അത് എടുക്കാൻ റീസൺ എന്താ വെച്ചാൽ നമ്മൾ എയുടെ കോഎഫിഷ്യൻസ് എല്ലാം ഒരുമിച്ചു, ബിയുടെ കോഎഫിഷ്യൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ A മാത്രം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും, A - A, പിന്നെ ബിയുടെ ടേംസ് എല്ലാം എടുക്കുക. ബിയുടെ ടേംസ് എടുക്കുമ്പോൾ -3B B, പിന്നെ തേർഡ് പോർഷനിൽ എന്താ B ഇല്ല, A മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ 0 കൊടുക്കുക. എന്നിട്ട് B A വെളിയിലോട്ട് എടുക്കുമ്പോൾ A × 1 - 1 1, B × 3 -3 1 0. അപ്പൊ എന്താ AU + BV അല്ലേ അത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ എയും ബിയും ബിലോങ്സ് ടു R ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് രണ്ടും എന്ത് തന്നെ റിയൽ നമ്പേഴ്സാ. അപ്പൊ എന്താ പറയാ AU + BV സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വേർ U എന്താ 1 - 1 1ഉം V - 3 1 0. ഇനി അടുത്ത പറയുന്നത് സ്പാനിങ്. സ്പാനിങ് എന്ന് പറയുമ്പോൾ ലെറ്റ് V be a വെക്ടർ സ്പേസ് ആൻഡ് V1 V2 V3 Vn ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അതായത് α1 V1 + α2 V2 + α Vn = V. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് α1 α2 α സ്കെയിലേഴ്സ്, V1 V2 Vn എന്താ വെക്ടേഴ്സും ആണ്.
അങ്ങനെയെങ്കിൽ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് സ്പാനിങ് വെക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അതായത് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിനകത്ത് കുറേ വെക്ടേഴ്സ് ഉണ്ട്, അതെല്ലാം വിയുടെ എലമെന്റ്. അങ്ങനെയെങ്കിൽ അത് ആ ഫോമിലാണെങ്കിൽ അത് സ്പാനിങ് സെറ്റാണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയുള്ളത് ബേസിസും ഡയമെൻഷനും ആണ്. ഞാൻ ഡയമെൻഷൻ എഴുതിയിട്ടില്ല. ബേസിസും ഡയമെൻഷൻ. ബേസിസും ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 up to vn element of v in a vector space is said to be a basis of v if the vectors v1 v2 vn are linearly independent ആണ്. linearly independent and span the whole space v. അതായത് നമുക്ക് ബേസിസ്, അതായത് സെറ്റ് ഓഫ് വെക്ടർ, ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബേസിസ് ആണ് പറയണമെങ്കിൽ ആ വെക്ടേഴ്സ് എല്ലാം എന്തായിരിക്കണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം, പിന്നെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു, അത് ബേസിസാണ്. ഇനി ഈ കിട്ടുന്ന ബേസിസിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന്റെ കൗണ്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 1 1 1 0 1 1 0 1 -1 സ്പാൻ R3. അതായത് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഏതാ? v1 v2 v3. അപ്പൊ നമ്മൾ ആദ്യമേ ആ കണ്ടീഷൻസ് v ഈക്വൽ ടു സ്പാൻ R³ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വെക്ടർ സ്പേസ് എന്താ? R⁻3. ഇനിയും ലെറ്റ് എക്സ് വൈ സെഡ്. അപ്പൊ നമുക്ക് ലെറ്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ആ ഒരു v എന്ന് പറയുന്നതാണ് എന്താ, നമ്മുടെ ആ ഒരു v എന്ന് പറയുന്ന വെക്ടർ ഇവിടെ തന്നിട്ടില്ല. v1 v2 v3 തന്നിട്ടുണ്ട്, v തന്നിട്ടില്ലല്ലോ. അപ്പൊ ആ v യെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എക്സ് വൈ സെഡ് ആയിട്ട് എടുക്കുന്നു. അത് R3 ഉണ്ടെന്നങ്ങ് അസ്യൂം ചെയ്യാം. അങ്ങനെ വി ഹാവ് ടു ഷോ ദാറ്റ് നമ്മൾ എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താ, എക്സ് വൈ സെഡ് ഈക്വൽ ടു α1 v1 പ്ലസ് α2 v2 പ്ലസ് α3 v3 കാണിക്കുന്നത്. അതിനെ നമ്മൾ അത് നേരത്തെ ഇതുപോലെ തന്നെ ആ ഒരു ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കുന്നു ആ ഒരു ഇതിനകത്തുനിന്ന്. എന്നിട്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് വരും, സിസ്റ്റം കൺസിസ്റ്റന്റ് ആയി യൂണിക് സൊല്യൂഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു മെട്രിക്സിൽ നിന്ന് നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എടുക്കുമ്പോൾ എന്താ, ഫസ്റ്റ് റോ നോക്കാം. റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ നോക്കുമ്പോൾ എന്താ, α1 മാത്രമേ 1 എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, ബാക്കിയെല്ലാം 0 ആയി. അപ്പൊ α1 ഈക്വൽ ടു എക്സ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് α2 പ്ലസ് α3 ഈക്വൽ ടു y മൈനസ് എക്സും -2 α3 ഇസ് ഈക്വൽ ടു z മൈനസ് y. അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടി. അപ്പൊ ഇതിനകത്തുനിന്ന് Z3 Z2 Z1 ഒരു വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ ആ കിട്ടിയ വാല്യൂസ് നമ്മൾ ആ നേരത്തെയുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതൊരു ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് കാണിക്കുക. അത്രേ ഉള്ളത്. അതായത് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കണം. സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാന്ന് വെച്ചാൽ ആ ഒരു ഫോമിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. അതായത് v ഈക്വൽ ടു α1 v1 പ്ലസ് α2 v2 പ്ലസ് α3 v3 ആ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ഇവിടെ v തന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ എക്സ് വൈ സെഡ് ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പൊ കിട്ടുന്ന ആൻസറും എക്സ് വൈ സെഡിനകത്ത് തന്നെയായിരിക്കും. ഫൈനൽ ആ ഒരു ഇക്വേഷൻ അതേപടി ആ ഒരു വാല്യൂസ് കിട്ടിയ വാല്യൂസ് α1 α2 α3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ഇനി അടുത്ത ഒരു റിസൾട്ട് പറയുന്നുണ്ട്. എസ് ഈക്വൽ ടു E1 E2 En എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുമ്പോൾ അത് ഐഡന്റിറ്റി മെട്രിക്സ് പോലെ ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് En വരെ ഇപ്പൊ E3 ഉള്ളതെന്ന് വിചാരിക്കും. E1 E2 E3 ഉള്ളെങ്കിൽ എങ്ങനെ വരും, 1 0 0 0 1 0 0 0 1. ഇപ്പൊ En ഉണ്ടെങ്കിൽ അത്രയും വരും. അതായത് ഡയഗണൽ എലമെന്റ്സ് A1 1 A2 2 A3 3 അതെല്ലാം 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അത് ജസ്റ്റ് തിയറം പോലെ പറയുന്നേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് എൻ ദെൻ എനി സെറ്റ് ഓഫ് എൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് വെക്ടേഴ്സ് ഇസ് എ ബേസിസ് ഓഫ് വി. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാൻ ചെയ്യുവാണെങ്കിൽ. ഇനിയാണ് ബേസിസിന്റെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അത് R3 ബേസിസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി, അതിനെ v1 v2 v3 ആയിട്ട് എടുക്കുക. ഫസ്റ്റ് തന്നിരിക്കുന്ന വെക്ടർ ആണ് ഏത്, 1 3 1. അതിനെ എന്താക്കി എടുക്കാം, v1 ആക്കി എടുക്കാം. സെക്കൻഡ് തന്നിരിക്കുന്ന വെക്ടർ ഏതാ, v2. v2നെ എന്താക്കി എടുക്കുക, 2 3 -1. ഇനി v3 ഏതാ, 1 2 -1. ഇനിയും നമുക്ക് കാണിക്കേണ്ട എന്താ, ബേസിസ് ആണ്. ബേസിസ് ആണെന്ന് കാണിക്കുമ്പോൾ നമുക്ക് കാണിക്കണം എന്താ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ എന്താ എടുക്കുന്നത്, ഹോമോജീനിയസ് ആയിട്ട് തന്നെ എടുക്കുന്നത്. അതായത് ബേസിസ് ആണെന്ന് കാണിക്കുമ്പോൾ നമുക്ക് എന്താ, ബി വെക്ടർ ഇല്ല, അത് 0 അവിടെ. അപ്പൊ ഉള്ള ഇക്വേഷൻ എന്താ, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാനുള്ള ഇക്വേഷൻ എന്താ, α1 v1 പ്ലസ് α2 v2 പ്ലസ് α3 v3 ഈക്വൽ ടു 0. അങ്ങനെ എടുക്കുക, ഇക്വേഷൻ ഫോം ചെയ്യുക. നേരത്തെ തന്നെ മെട്രിക്സ് എടുക്കുക. മെട്രിക്സ് എടുത്ത് കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. എന്താ,
ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതായത് ബേസിസ് ഫോം ചെയ്യുന്നുണ്ട്. ബേസിസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്താ, ഇതിനകത്ത് ബേസിസിന്റെ സെറ്റ് എന്ന് പറയുന്ന ആ റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ റോ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റോസ് ഏതൊക്കെയാ, 1 2 1 0, അതാണ് ഫസ്റ്റ് എലമെന്റ്. 0 -3 -1 0 സെക്കൻഡ് എലമെന്റ്, 0 0 -1 0 ആണ് തേർഡ് എലമെന്റ്. അപ്പൊ അതിനെല്ലാം സെറ്റ് ആക്കി എഴുതുന്നു. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്ര എലമെന്റ്സ് ഉണ്ട്, 3 എലമെന്റ്സ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ 3. ഇനി അതേപോലെ തന്നെ അടുത്തത്, ഇവിടെ 4 വെക്ടേഴ്സ് എന്നേ ഉള്ളൂ. ആ 4 വെക്ടേഴ്സ് എഴുതി ഇക്വേഷൻ ആക്കി റെഡ്യൂസ് ചെയ്തു ഇതേപോലെ തന്നെ. അപ്പൊ ഫൈനൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 വരും. ഇവിടെ ഏതേലും ഒരു റോ കംപ്ലീറ്റ്ലി സീറോ ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, അത് ഈ ബേസിസിനകത്ത് ഇരുന്നുണ്ട് ആവശ്യമില്ല. അതായത് ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിനകത്ത് ഏതെങ്കിലും റോ കംപ്ലീറ്റ്ലി സീറോ ആയി കഴിഞ്ഞാൽ അതിനെ ബേസിസിനകത്ത് എഴുതണ്ട. ബാക്കിയുള്ള എന്തെങ്കിലും സീറോ അല്ലാത്ത ഒരു എലമെന്റേലും ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. ഇനിയും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ്. ഇനി റോ സ്പേസ് എന്ന് പറയുമ്പോൾ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് റോ വെക്ടേഴ്സ് ഓഫ് എനി മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിന്റെ റോ വെക്ടേഴ്സ് അല്ല, അതായത് റോസ് അല്ല, ഒരു സെറ്റ് ആക്കിയിരുന്നത്. അത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അതേപോലെ തന്നെ കോളം സ്പേസും. പിന്നെ നൾ സ്പേസ് എന്ന് പറയുമ്പം അതിന്റെ സെറ്റ് ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതിനകത്ത് പറയുമ്പോൾ മനസ്സിലാവും. ഇനി റോ സ്പേസിന്റെ ഡയമെൻഷനും കോളം സ്പേസിന്റെ ഡയമെൻഷനും ആ മെട്രിക്സിന്റെ റാങ്കും എപ്പോഴും ഈക്വൽ ആയിരിക്കും. പിന്നെ റാങ്കും നള്ളിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനുള്ള നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. അത് നള്ളിറ്റി തിയറം കേട്ടോ, അത് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നള്ളിറ്റി തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ എഴുതിയിടാം അതിൻ്റെ ആൻസർ. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അങ്ങനെ നള്ളിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് എന്ന് എഴുതി അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് എഴുതി വെക്കണം. ഇനിയും അടുത്തെന്ന് പറയുന്നത് ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആണ്, റോ സ്പേസ് കണ്ടുപിടിക്കണം, കോളം സ്പേസ് കണ്ടുപിടിക്കണം, നൾ സ്പേസ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എ മെട്രിക്സ് എഴുതി അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. സ്ഥിരമായിട്ടുള്ള കാര്യം തന്നെ. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റോസ് ഏതൊക്കെയാ, 1 2 -3 1 0 -1 7 -2. ലാസ്റ്റ് റോ ഫുൾ 0 ആയി, അപ്പൊ അത് എടുക്കണ്ട. ബാക്കി വന്ന റോസ് രണ്ടും ഒരു സെറ്റായിട്ട് എഴുതുക, അതാണ് റോ സ്പേസ്. ഇനിയും കോളം സ്പേസ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റെപ്പ് വരയ്ക്കണം. അത് ഞാൻ അതിനകത്ത് വരച്ചിട്ടില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ എങ്ങനെയാ, ഫസ്റ്റ് എലിമെന്റ് ഏതാ, 1 വെച്ചിട്ട് സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ താഴെ എന്താ കിടക്കുന്നത്, 0. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ നേരെ അങ്ങ് പോവാം. കാരണം ഫുൾ അങ്ങോട്ട് എലിമെന്റ്സ് ഇല്ലേ, -1 7 -2 അങ്ങനെ അങ്ങ് പോവാം. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, കാരണം താഴെ എല്ലാം സീറോസാ. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങുന്നത് എവിടൊക്കെയാ, ഫസ്റ്റ് കോളം, അതായത് 1ന്റെ അവിടെയും -1ന്റെ അവിടെയും സ്റ്റെപ്പ് വരുന്നത്. അപ്പം ആദ്യത്തെ 2 റോസ് മാത്രം, ആദ്യത്തെ 2 കോളംസ് മാത്രമാണ്, ആ 2 കോളംസ് ആണ് പിവറ്റ് കോളംസ്. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു മെട്രിക്സിനകത്ത് നമ്മൾ സ്റ്റെപ്പ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 1 ആണ്, അതിന്റെ താഴെ എന്താ 0 വരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എലമെന്റ് ഏതാ, -1. അപ്പം സ്റ്റെപ്പ് ഇറങ്ങാൻ നോക്കും. പിന്നെ നമ്മൾ നോക്കുമ്പം താഴെ ഏതെങ്കിലും എലമെന്റ് വരുന്നുണ്ടോ, ഇല്ല, കംപ്ലീറ്റ്ലി 0. അപ്പൊ ഇനി സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല, അപ്പൊ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവുക. അതായത് സ്റ്റെപ്പ് ഇറങ്ങുന്ന അപ്പൊ എവിടൊക്കെയാ, 1ലും -1ലും, അതായത് ഫസ്റ്റ് 2 കോളത്തിലും. ആ 2 കോളമാണ് പിവറ്റ് കോളംസ്. ആ പിവറ്റ് കോളംസിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള കോളംസ് എടുക്കണം. അതായത് റെഡ്യൂസ്ഡ് മെട്രിക്സിലെ കോളം അല്ല എടുക്കണ്ട. റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ചിട്ട് സ്റ്റെപ്പ് വരച്ചിട്ട് പിവറ്റ് കോളം ഏതാ നോക്കണം. ഫസ്റ്റ് സെക്കൻഡ് കോളമാണ് ഇവിടെ പിവറ്റ് കോളം. അപ്പൊ ആ ഫസ്റ്റ് സെക്കൻഡ് കോളത്തിന്റെ അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് സെക്കൻഡ് കോളം, അതായത് ഫസ്റ്റ് സെക്കൻഡ് കോളാണ് പിവറ്റ് കോളം എന്ന് ആ റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ച് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് സെക്കൻഡ് കോളം ഏതാ, 1 2 3 2 3 4. ആ 2 കോളമാണ് കോളം സ്പേസ് വരുന്നത്. ഇനി നൾ സ്പേസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെറ്റ് ഓഫ് സൊല്യൂഷനാണ്. സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്താ, റെഡ്യൂസ്ഡ് മെട്രിക്സ് എടുക്കുന്നു. എത്ര വേരിയബിൾസ് കൊടുക്കണം, ഇവിടെ എത്ര കോളം ഉണ്ടെന്ന് നോക്കിയാൽ മതി. 4 കോളം ഉണ്ട്, അപ്പൊ 4 വേരിയബിൾസ് വരും, 4 അൺനോൺസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ എന്താ, 0. അതിനെ ഇക്വേഷൻ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ എന്താ, 2 ഫ്രീ വേരിയബിൾസ് വരും. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്യത്തില്ലായിരുന്നോ, അതുമാതിരി അതിന്റെ സൊല്യൂഷൻ സോൾവ് ചെയ്തെടുക്കുക. കിട്ടുന്ന സൊല്യൂഷൻ ഏതാ, ഫൈനൽ സൊല്യൂഷൻ ഞാൻ പറയാം. അത് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. x -11 7 1 0 + t × 3 - 2 0 1 അല്ലേ. അതിനെ കംപ്ലീറ്റ്ലി ഒരു സെറ്റായിട്ട് എഴുതുക, അതാണ് നൾ സ്പേസ്.
പിന്നെ അടുത്തതാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് മെട്രിക്സ് ഞാൻ ഇട്ടിട്ടില്ല, അത് ഞാൻ പിന്നെ ഇടാം. ഫൈൻഡ് ബേസിസ് ഫോർ റോ സ്പേസ്, അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ ചെയ്തിട്ടിടാം. അതേ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരും ലീനിയർ മാപ്പിംഗ്, ഇമേജ്, കേർണൽ. ഇനി ലീനിയർ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടർ സ്പേസസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ടി ഒരു ഫംഗ്ഷൻ ഉണ്ട് ടി യു ടു വി എ ലീനിയർ മാപ്പിംഗ് ഫ്രം യു ടു വി ഇഫ് രണ്ട് കണ്ടീഷനും തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ ടി ഉണ്ട്, ലീനിയർലി മാപ്പ് ചെയ്യുന്നു, വെക്ടേഴ്സിനെ നമ്മൾ ലീനിയർലി മാപ്പ് ചെയ്യുന്നേ ഉള്ളൂ, യുവിൽ നിന്ന് വിയിലേക്ക്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അത് ആ ക്വസ്റ്റ്യനകത്തുള്ള. ഈ തിയറം അതേപോലെ തന്നെ പഠിക്കുക. രണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് ടി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് ഐ ആണെന്നും പ്രൂവ് ചെയ്യണം. ടി ഓഫ് സി എക്സ് എന്തായിരിക്കണം, സി ടി ഓഫ് എക്സ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പറയാം, അതായത് പ്രൂവ് ദാറ്റ് ടി ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ് ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് പ്രൂവ് ചെയ്യുന്നത്. ടി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ എക്സ് എന്നുള്ളത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പം അത് പ്രൂവ് ചെയ്യണം നമ്മൾ. അപ്പൊ പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ ഒരു രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറയുമ്പം നമ്മൾ പ്രൂവ് ചെയ്യണം എന്താ, ടി ഓഫ് എക്സ് പ്ലസ് വൈ എന്നും എടുക്കുക, അല്ലെങ്കിൽ ടി ഓഫ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസ് എക്സ് വൈ ആയതുകൊണ്ട് യുയിലും വിയിലും പറയാം. അതായത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, ടി ഓഫ് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്നും പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ എന്തും പ്രൂവ് ചെയ്യണം, ടി ഓഫ് സി യു ഈക്വൽ ടു സി ടി ഓഫ് യു എന്നും പ്രൂവ് ചെയ്യണം. അപ്പൊ യുവും വിയുടെ ഓർഡർ പെയർ ആയിട്ട് എടുക്കുക, യുവിനെ എച്ച് വൺ വൈ വൺ എന്നും എടുക്കുക, വി എന്തായിട്ട് എടുക്കുക, എച്ച് ടു വൈ ടു എന്നും എടുക്കുക. ഇനി യു പ്ലസ് വി കാൽക്കുലേറ്റ് ചെയ്യുക, എന്താ എച്ച് വൺ വൈ വൺ പ്ലസ് എച്ച് ടു വൈ ടു. അപ്പൊ എങ്ങനെ വരും, എച്ച് വൺ പ്ലസ് എച്ച് ടു കോമ വൈ വൺ പ്ലസ് വൈ ടു. ഇനി ടി ഓഫ് യു പ്ലസ് വി എടുക്കുക. ട്രാൻസ്ഫോർമേഷൻ എന്തോ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തോ തന്നിരിക്കുന്നത്, ടി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വൈ കോമ എക്സ്. അതായത് എക്സ് കോമ വൈയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ, വൈ കോമ എക്സ്. അതായത് നേരെ തിരിച്ചെഴുതിയാൽ മതി. അതായത് ടി ഓഫ് യു പ്ലസ് വി എന്താ, എച്ച് വൺ പ്ലസ് എച്ച് ടു കോമ വൈ വൺ പ്ലസ് വൈ ടു. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ എന്താ, എക്സും വൈയും തിരിച്ചിട്ടാൽ മതി. അതായത് എക്സിന്റെ സ്ഥാനത്ത് വൈയും വരും, വൈയുടെ സ്ഥാനത്ത് എക്സ് വരും. ഇവിടെ എക്സ് എന്തോ എക്സ് വൺ പ്ലസ് എച്ച് ടു, വൈ എന്താ വൈ വൺ പ്ലസ് വൈ ടു. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വരും, വൈ വൺ പ്ലസ് വൈ ടു കോമ എക്സ് വൺ പ്ലസ് എച്ച് ടു. ഇനി അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും ഓർഡർ പെയർ ആക്കി എഴുതുക. എങ്ങനെ, വൈ വൺ കോമ എച്ച് വൺ പ്ലസ് വൈ ടു കോമ എച്ച് ടു ആയിട്ട് എടുക്കുക. അതായത് അതിന്റെ ഫസ്റ്റ് ടേംസ് മാത്രം ഫസ്റ്റ് ടേംസ് സെക്കൻഡ് ടേംസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഈ കിട്ടിയതെന്ന് പറയുന്നത് എന്താ, ടി ഓഫ് എച്ച് വൺ വൈ വണ്ടെ ടി ഓഫ് എച്ച് ടു വൈ ടുവിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അതായത് നമുക്ക് വൈ വൺ എച്ച് വൺ എന്ന് കിട്ടുന്നത്, വൈ എക്സ് എന്ന് പറയുന്നത് എന്താ, ടി ഓഫ് എക്സ് വൈയുടെ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ വൈ വൺ എക്സ് വൺ എന്ന് പറയുന്നത് എന്താ, ടി ഓഫ് എക്സ് വൺ വൈ വണ്ണിന്റെ ട്രാൻസ്ഫോർമേഷനും വൈ ടു എച്ച് ടു എന്ന് പറയുന്നത് എന്താ, ടി ഓഫ് എച്ച് ടു വൈ ടുവിന്റെ ട്രാൻസ്ഫോർമേഷനും. അപ്പൊ അതെന്തോ എക്സ് വൺ വൈ വൺ എന്തോ യു ആ, അപ്പം ടി ഓഫ് യു പ്ലസ് ടി ഓഫ് യു വരും. ഇതേപോലെ തന്നെ ടി ഓഫ് സി യു എന്ന് പറയുമ്പോൾ ടി ഓഫ് സി യു എന്താ എക്സ് വൺ വൈ വൺ, സി എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. സി എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത്, ടി ഓഫ് സി എക്സ് വൺ സി വൈ വൺ വരും. അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്താ, എക്സ് വൈ ടേംസിനെ തിരിച്ചിടുക. അപ്പൊ സി വൈ വൺ കോമ സി എക്സ് വൺ. സി എ വീണ്ടും വെളിയിലോട്ട് എടുക്കുമ്പോൾ ബാക്കി വരുന്നത് എന്താ, വൈ വൺ എക്സ് വൺ. വൈ വൺ എക്സ് വൺ എന്ന് പറയുന്നത് എന്താ, ടി ഓഫ് എക്സ് വൺ വൈ വൺ അല്ലേ, അതായത് ടി എയുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലേ. അപ്പൊ ടി ഓഫ് യു എന്ന് അത് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ അടുത്തത്, പക്ഷെ ട്രാൻസ്ഫോർമേഷൻ വേറെ ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എല്ലാത്തിനും അത് ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടീഷൻ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം. അത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി മനസ്സിലായില്ലെങ്കിൽ. ഇതേപോലെ തന്നെ അടുത്തത്. ഇനിയും ഓരോടത്തും ഓരോ കണ്ടീഷൻ കൊടുത്തിരിക്കുക. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ടി ഓഫ് യു പ്ലസ് വി ടി ഓഫ് എ വൺ പ്ലസ് എ ടു കോമ വി വൺ പ്ലസ് വി ടു എന്ന് വന്നു. അപ്പൊ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ, എ ടേം എന്താണോ അതിനോട് ടൂവും കൂടെ ആഡ് ചെയ്യണം, ബി ടേം ആണെങ്കിൽ അതിനോട് ത്രീ കൂടെ ആഡ് ചെയ്യണം. ടി ഓഫ് എ ബി എന്ന് പറയുന്നത് എ പ്ലസ് ടു ബി പ്ലസ് ത്രീ ആണെങ്കിൽ ഇവിടെ ടി ഓഫ് എ വൺ പ്ലസ് എ ടു കോമ ബി വൺ പ്ലസ് ബി ടു ആണ്. അപ്പൊ എങ്ങനെ വരും, എ വൺ പ്ലസ് എ ടു പ്ലസ് ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് ത്രീ. അതങ്ങനെ നോക്കുക. ഫൈനലി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫോർമേഷൻ അല്ല. പിന്നെ ഇവിടെ മെട്രിക്സ് വെച്ച് ചെയ്യുന്നുണ്ട്, അതുകൂടെ പറയാം. അതായത് ടി ഓഫ് എച്ച് വൺ എച്ച് ടു എന്ന് പറയുന്നത് വൺ 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 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്. അങ്ങനെയെങ്കിൽ അത് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നേരത്തെ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു U(x1, y1) ഓർഡേഡ് പെയർ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ തന്ന ക്വസ്റ്റ്യനകത്ത് മെട്രിക്സ് ആയതുകൊണ്ട് അതിനെ ഒരു കോളം വെക്ടർ ആക്കി എടുക്കുക. U(x1, x2) എന്ന് എടുക്കുക. ഇനി V എന്തായിട്ട് എടുക്കുക, y1, y2 എന്ന് എടുക്കുക. എന്നിട്ട് U+V ചെയ്യുമ്പോൾ എങ്ങനെ വരും, x1+y1, x2+y2. ഇനി അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ എന്താ, h1 h2ന്റെ ട്രാൻസ്ഫോർമേഷൻ 1 1 1 ആ h1 h2ന്റെ സ്ഥാനത്ത് എന്ത് വന്നാലും എന്താ വരുന്നത് എന്ത് തന്നെയാ, 1 1 1 തന്നെയല്ലേ. അതായത് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഒന്നും ആവുന്നില്ല, 1 1 1 തന്നെയാ. ഇനി T(u) എടുക്കുമ്പോഴും എന്താ, T(u) എടുക്കുമ്പോൾ എന്താ, T(h1 h2) എന്ത് തന്നെയാ, 1 1 1. T(y1 y2) 1 1. അതായത് എന്ത് വേരിയബിൾ വന്നാലും അത് 1 1 1 തന്നെയാ വരുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, T(u+v) T(v)യോട് ഈക്വൽ ആണോ നോക്കണം. ഇനി T(u+v) നമ്മൾ കണ്ടുപിടിച്ചു, T(u) കണ്ടുപിടിച്ചു, T(v) കണ്ടുപിടിച്ചു. ഇനി T(u+T(v) ചെയ്യുമ്പോൾ എന്താ, ആ 1 1 1 പ്ലസ് 1 1 1 ചെയ്യുമ്പോൾ 2 2 2 എന്ന് നമുക്ക് കിട്ടുക, ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ അല്ലാന്ന് പ്രൂവ് ആണ്. ഇനി കേർണൽ ഇമേജുകളുണ്ട്. കേർണലിന്റെ ഇമേജിന്റെയും അത് ഞാൻ എന്താ ക്വസ്റ്റ്യൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ബേസിസ് കണ്ടുപിടിക്കാനും ഫൈൻഡ് എ ബേസിസ് ഫോർ ഇമേജ് ഓഫ് എഫ് ഇഫ് എഫ് R(4) R(3) ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് ABCD A+B B-C A+D. ഇവിടെ നമുക്കൊരു ഓർഡേഡ് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ എഫ് ഓഫ് ABCD A+B B-C A+D. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എയും ബിയും സിയും ഡിയും വെളിയിലോട്ട് എടുക്കുക. എ വെളിയിലോട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടും, ഫസ്റ്റ് ടൈം A+B, അപ്പോൾ എയുടെ കോഎഫിഷ്യന്റ് 1. സെക്കൻഡ് ടൈമിൽ എന്തില്ല, എ ഇല്ല, അപ്പോൾ 0. തേർഡ് ടൈമിൽ A+D, അപ്പോൾ എയുടെ കോഎഫിഷ്യന്റ് 1 പ്ലസ് ബി. ഫസ്റ്റ് ടൈമിൽ ബിയുടെ കോഎഫിഷ്യന്റ് 1, സെക്കൻഡ് ടൈമിലും 1, തേർഡ് ടൈമിൽ എന്തില്ല, ബി ഇല്ല, 0. അങ്ങനെ സിനെ എടുക്കുമ്പോൾ എന്താ, ഫസ്റ്റ് ടൈമിലില്ല, സെക്കൻഡ് ടൈമിൽ ബി മൈനസ് സി, അപ്പോൾ സിയുടെ കോഎഫിഷ്യന്റ് എന്താ, -1. തേർഡ് ടേമിൽ സിയുടെ സി ഇല്ല, അപ്പം 0. അതേപോലെ തന്നെ ഡിയും എടുത്തു. ഈ 4 വെക്ടേഴ്സിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ റോ സ്പേസ് എഴുതില്ലേ, അതേ സെയിം സാധനം തന്നെ. അതായത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റോസിനെ എല്ലാം ഒരു സെറ്റായിട്ട് എഴുതുന്നതാണ് ഇവിടെ ഇമേജ്. ഇമേജിന്റെ ഡയമെൻഷൻ എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക, 3. ഇനി കേർണലിന്റെ കേസ് എന്ന് പറയുമ്പം കേർണലിന്റെ കേസ് ഇവിടെ ഇമേജും കണ്ടുപിടിക്കാനുണ്ട്, കേർണലും കണ്ടുപിടിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ABC A+B, B+C, A+C ആണ് തന്നിരിക്കുന്നത്. എയും ബിയും സിയും വെളിയിൽ എടുക്കുമ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് കിട്ടും. അതിനെ മെട്രിക്സ് ആയിട്ട് എഴുതി റെഡ്യൂസ് ചെയ്തു കഴിഞ്ഞ് കിട്ടുന്ന 3 റോ ആണ് ഏതൊക്കെ, 1 0 1 0 1 -1 0 0 2. അതാണ് ഇമേജ്. ഇനി കേർണൽ കണ്ടുപിടിക്കുമ്പം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ 0യോട് ഇക്വേറ്റ് ചെയ്യുക. കേർണലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, U belongs to capital U where f of U is equal to 0. അതായത് ആ ഫംഗ്ഷൻ 0യോട് ഇക്വേറ്റ് ചെയ്യുക. A+B, B+C, A+C is equal to 0 കൊടുക്കുമ്പോൾ എന്താ, A+B 0 ആവണം, B+C 0 ആവണം, A+C 0 ആവണം. അതായത് അങ്ങനെ വരുമ്പോൾ എന്താ, A+C = 0 എന്ന് വെച്ചാൽ എന്താ, സി അപ്പുറത്തോട്ട് വരുമ്പോൾ A = -C. പിന്നെ ആ -C, A = -C ആണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതായത് A+B = 0ക്കകത്ത് എയുടെ വാല്യൂ -C ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, -C + B = 0. ആ ബി അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ, -C = -B, B = C എന്നും വരും. അതായത് ഇത് മൊത്തത്തിൽ അല്ലാതെ തന്നെ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അതായത് A+Bയും 0 ആണ്, B+Cയും 0 ആണ്, A+Cയും 0 ആണ്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എയും ബിയും സിയും 0 ആയിരിക്കണ്ടേ. അതായത് ഈ എയും ബിയും 0 ആണ്, ബിയും സിയും 0 ആണ്, എയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് A+B ഇപ്പം 2 + -2 എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ -2 അത് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ 2 - 2 0 കിട്ടും. ഇനി ബിയുടെ വാല്യൂ ഒരു -2 അവിടെ വന്നു, ബിയുടെ വാല്യൂ -2 അല്ലേ കൊടുത്തു. ഇനി സിയുടെ വാല്യൂ അപ്പോൾ +2 ആണെന്ന് വിചാരിക്കുക. അതായത് എയുടെ വാല്യൂ 2, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയുന്നുള്ള, അങ്ങനെ എഴുതണ്ട, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം. അതായത് A 2ഉം B -2 ആണെന്ന് വിചാരിക്കുക. അപ്പം A -2ഉം B 2ഉം, അപ്പം A -2 + 2 എന്താ, 0 വന്നു, ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ. ഇനി B നമ്മൾ എന്തുവാ പറഞ്ഞത്, 2 ആണെന്ന് പറഞ്ഞത്. അപ്പം B 2ഉം
ബി പ്ലസ് സി 0 ആണല്ലോ, ബി 2 ആണെങ്കിൽ അപ്പൊ സി എന്തായിരിക്കും? 0 ആണെങ്കിൽ -2 ആയിരിക്കും. അപ്പം എയുടെ വാല്യൂ എന്തായിരുന്നു ആദ്യം കൊടുത്തത്? -2. സിയുടെ വാല്യൂ ഇപ്പൊ എന്താ? -2. അപ്പൊ ഫൈനൽ ഇക്വേഷനിൽ എ പ്ലസ് സി ചെയ്യുമ്പോൾ എന്താ? -2 പ്ലസ് -2 എന്തേ കിട്ടത്തുള്ളൂ? -4 കിട്ടത്തുള്ളൂ. അതായത് ഒരിക്കലും ആ ഇക്വേഷൻ വേറൊരു നമ്പറും വെച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒക്കത്തില്ല. അതായത് ആ 3 ഇക്വേഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ആ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എയും ബിയും സിയും എന്തായിരിക്കണം? 0 ആയിരിക്കും. ഇനി അതൊന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. അതായത് എ ഈക്വൽ ടു -c ആ -c നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -c പ്ലസ് ബി ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ സി ഈക്വൽ ടു ബി എന്ന് കിട്ടും. അതായത് ബി സിയോട് ഈക്വൽ ആണ്, എ സിയുടെ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പം അത് പ്രൂവ്ഡ് ആയി. അതായത് അങ്ങനെ പോസിബിൾ അല്ല. അപ്പൊ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു 0. അതായത് ആ 3 വെക്ടേഴ്സ് തന്നെ 0 ആണ്. അതായത് കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? കേർണൽ എന്ന് പറയുന്നത് 0 0 0 വരും. അതായത് 0 വെക്ടർ. ഇനി ഡയമെൻഷൻ ഓഫ് കേർണൽ അപ്പൊ ഇങ്ങനെ 0 0 0 വരുമ്പോൾ അതിന്റെ ഡയമെൻഷനും 0 ആണെന്നാണ് മിസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ആദ്യം അന്ന് പഠിപ്പിച്ചപ്പോൾ മിസ് 1 എന്നാ പറഞ്ഞു. പക്ഷെ 0 വെക്ടർ കിട്ടുന്നെങ്കിൽ അതിന്റെ ഡയമെൻഷനും 0. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, അത് തിരുത്തി പഠിക്കണം. അതായത് കേർണൽ നമുക്ക് കിട്ടുന്നത് 0 0 0 വെക്ടർ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഡയമെൻഷൻ 0 ആയിരിക്കും, 1 അല്ല. ഇനി അതേപോലെ തന്നെയുള്ളതാണ് ബാക്കിയുള്ളതും. ഇവിടെ പക്ഷെ നമുക്ക് മെട്രിക്സ് ആയിരുന്നു തന്നിരുന്നത്. മെട്രിക്സ് നമ്മൾ കേർണൽ കണ്ടുപിടിക്കാം. മെട്രിക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്തു. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്ത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ഇവിടെ നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സിനെ ഇക്വേഷൻ ആക്കി എടുത്താൽ മതി. അതായത് 2x plus y plus 4z equal to 0, y plus z equal to 0. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താൽ മതി. സോൾവ് ചെയ്തെടുക്കുമ്പോൾ കേർണൽ കിട്ടും. അതായത് കേർണൽ എന്ന് പറയുമ്പോൾ നൾ സ്പേസ് മാതിരി, അതായത് ആ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നേരത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ x equal to y equal to 0 അത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, അതുകൊണ്ട് അങ്ങനെ കിട്ടിയത്. ഇപ്പോഴത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് ഇക്വേഷൻസ് ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് ഇക്വേഷൻസ് എടുത്തു. എന്നിട്ട് ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂണിക് സൊല്യൂഷൻ അല്ല, കണ്ടാൽ തന്നെ അറിയാം. അല്ലെങ്കിൽ അതിന്റെ റാങ്ക് വെച്ച് നോക്കിയാൽ മതി, നമുക്ക് യൂണിക് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ റാങ്ക് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻസാ. അപ്പൊ നമ്മൾ ഇസഡിന് എന്തിട്ട് കൊടുത്തു? ടി ഇട്ട് കൊടുത്തു. വൈയുടെ വാല്യൂ എക്സ്ട്രാ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ സൊല്യൂഷൻ എല്ലാം കൂടെ എന്താക്കി എഴുതുക? ഒരു ഒറ്റ സെറ്റ് ആക്കിയിരുത്. എന്നിട്ട് നമ്മൾ ഇത് ടീയിലാണല്ലോ വന്നിരിക്കുന്നത്, ആ ടീയെ വെളിയിലോട്ട് എടുക്കുക. കാരണം നമ്മളിത് വെക്ടർ ആക്കിയാണല്ലോ എഴുതുന്നത്. അപ്പൊ ടീയെ അങ്ങ് വെളിയിലോട്ട് എടുത്തു. അപ്പൊ -3/2 -1 1 വരും. അതാണ് ഇവിടുത്തെ കേർണൽ. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 0 വെക്ടർ അല്ല, ഒരു എലമെന്റ് ഒരു വെക്ടർ ഉണ്ട്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താ? ഒറ്റ കമ്പോണന്റേ ഉള്ളൂ. അപ്പം 1 കൊടുക്കുക. ഇനി ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. അതിന് ഇങ്ങനെ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ ഇടാവേ. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ അത്രയും? ഓക്കെ. ഇനി അത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയേ. കുറച്ച് ഡൗട്ട് ഉള്ളത് ഞാൻ ചോദിക്കാം, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിന്നെ വിളിച്ചാൽ. ബാക്കി അഭിരാമിക്ക് ആ വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് ചെയ്ത് നോക്കിയിട്ട് പറയണേ. പിന്നെ മൊഡ്യൂൾ 2 ഇനി എപ്പോ എടുക്കണം? വൈകിട്ട് എടുക്കാനോ? അഭിഷേക് എന്ത് പോയോ? അപ്പൊ ശരി, ഒന്ന് ചെയ്ത് നോക്കിട്ട് പറയടി. ഓക്കെ. മൊഡ്യൂൾ 2 വൈകിട്ട് എടുക്കാനാവൻ പറഞ്ഞ അഭിഷേക്.